പ്രതിസന്ധിയുടെയും കലാപങ്ങളുടെയും നടുവിലും പ്രത്യാശയോടെ വിശുദ്ധ വാരത്തിലേക്ക് കടന്ന മണിപ്പൂരിലെ ക്രൈസ്തവർ വിശുദ്ധ വാരത്തിന് തുടക്കം കുറിച്ചുകൊണ്ടുള്ള ഓശാന ഞായർ ആചരണം കുക്കി സമൂഹത്തിനിടയിൽ ഭക്തിപൂർവ്വം നടന്നു. കലാപത്തിൽ തകർന്ന ദേവാലയങ്ങൾക്ക് പുറത്തും താൽക്കാലികമായി നിർമ്മിച്ച പ്രാർത്ഥനാലയങ്ങളും വിശ്വാസികളാൽ തിങ്ങി നിറഞ്ഞിരുന്നു. ചുരാചാന്ദ്പൂരിലെ ഡോൺ ബോസ്കോ ഇടവക, തുയ്ബോങ്കിലെ സെന്റ് മേരീസ് ഇടവക എന്നിവിടങ്ങളിൽ പോലും ഓശാന ഞായർ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കാനെത്തിയ വിശ്വാസികളെ കൊണ്ട് നിറഞ്ഞിരുന്നു. ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധത്തിന് അന്ത്യം കുറിക്കാൻ ഈ വിശുദ്ധവാരത്തിൽ പ്രത്യേകം പ്രാർത്ഥിക്കാൻ രാജ്യത്തെ കത്തോലിക്കരോട് ആഹ്വാനം ചെയ്ത് അമേരിക്കയിലെ കത്തോലിക്ക ബിഷപ്പുമാർ മാർച്ച് 23 പുറത്തിറക്കിയ പ്രസ്താവനയിലൂടെയാണ് ബിഷപ്പുമാർ പ്രാർത്ഥനയ്ക്കായി ആഹ്വാനം ചെയ്തത്. സഭ വിശുദ്ധവാരം ആരംഭിക്കുകയും കുരിശിലെ ക്രിസ്തുവിൻ്റെ കഷ്ടപ്പാടുകളും അവൻ്റെ പുനരുദ്ധാനവും വളരെ വ്യക്തമായി നമുക്ക് മുന്നിൽ തെളിയുകയും ചെയ്യുമ്പോൾ ഞങ്ങൾ ഇപ്പോൾ അതേ പ്രത്യാശയുടെ ഉറവിടമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇസ്രായേലും ഹമാസും തമ്മിലുള്ള കടുത്ത യുദ്ധത്തിന് അറുതി വരുത്താൻ അമേരിക്കയിലെ കത്തോലിക്കരോടും നല്ല മനസ്സുള്ളവരോടും പ്രാർത്ഥന പുതുക്കാൻ ആവശ്യപ്പെടാൻ ഞങ്ങളെ പ്രേരിപ്പിക്കുന്ന പ്രതീക്ഷ അതാണ്. ഈ സംഘർഷത്തിൽ ആയിരക്കണക്കിന് നിരപരാധികൾ മരിക്കുകയും ആയിരക്കണക്കിന് ആളുകൾ പലായനം ചെയ്യുകയും വലിയ ദുരിതങ്ങൾ അഭിമുഖീകരിക്കുകയും ചെയ്യുന്നു. അതിനാൽ ഈ യുദ്ധം അവസാനിക്കേണ്ടത് ആവശ്യമാണെന്നും അമേരിക്കൻ എപ്പിസ്കോപ്പറ്റ് പ്രസിഡന്റ് ബിഷപ്പ് തിമോത്തി ബ്രോഗ്ലിയോ പ്രസ്താവനയിൽ വെളിപ്പെടുത്തി. യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഫ്രാൻസിസ് പാപ്പായുടെ ആഹ്വാനം അനുസ്മരിച്ച ബിഷപ്പുമാർ വെടിനിർത്തലിൻ്റെ ആവശ്യകതയും തട്ടിക്കൊണ്ടുപോയ എല്ലാവരെയും മോചിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകതയും എടുത്തു പറഞ്ഞു. ക്രിസ്ത്യാനികൾ എന്ന നിലയിൽ ഞങ്ങൾ പുനരുദ്ധാനത്തിൻ്റെ പ്രത്യാശയിൽ നങ്കുരമിട്ടിരിക്കുന്നു. വിശുദ്ധ ഭൂമിയിൽ നീതിയും ശാശ്വതവുമായ സമാധാനത്തിനായി പ്രാർത്ഥിക്കുന്നുവെന്നും പ്രസ്താവനയിൽ ബിഷപ്പുമാർ അടിവരയിട്ടു. സിറിയയിൽ നിന്നും പലായനം ചെയ്യുന്ന ക്രൈസ്തവരുടെ എണ്ണം വർദ്ധിക്കുന്നതിൽ ആശങ്ക അറിയിച്ച് സഭാ നേതൃത്വം. സിറിയയിലാകെ 1,75,000 ക്രൈസ്തവ കുടുംബങ്ങൾ മാത്രമാണുള്ളത്. ഇവരിൽ തന്നെ 90% സിറിയൻ പൗരന്മാരും മറ്റ് രാജ്യങ്ങളിലേക്ക് കുടിയേറുന്നതിനെ പറ്റിയാണ് ആലോചിക്കുന്നതെന്ന് ദമാസ്കസിൽ സേവനം ചെയ്യുന്ന വൈദികനായ ഫാദർ ബസേലിയോസ് ജർജിയോസ് വെളിപ്പെടുത്തി. 1 നൂറ്റാണ്ടിന് മുകളിലായി തുടരുന്ന ആഭ്യന്തര യുദ്ധങ്ങളും വിലക്കയറ്റവും കൊടും ദാരിദ്ര്യമാണ് സിറിയയിൽ സൃഷ്ടിച്ചിരിക്കുന്നത്. ഇതാണ് മറ്റ് രാജ്യങ്ങളിലേക്ക് കുടിയേറാൻ സിറിയൻ ജനത്തെ പ്രേരിപ്പിക്കുന്നതെന്ന് സിറിയയിൽ ശുശ്രൂഷ ചെയ്യുന്ന സിസ്റ്റർ ആനി ദമർജിയാൻ പറഞ്ഞു. ജനങ്ങൾക്ക് പ്രതീക്ഷകൾ നഷ്ടമായി. 13 വർഷം നീണ്ട ദുരിതങ്ങൾക്ക് ശേഷം വലിയ മടുപ്പാണ് അവർ അനുഭവിക്കുന്നത്. എങ്കിലും രാജ്യത്ത് തന്നെ നിലനിൽക്കാനുള്ള വ്യക്തമായ ഒരു കാരണം നൽകുകയാണെങ്കിൽ ക്രൈസ്തവർ ഇവിടെ തുടരുമെന്നും സിസ്റ്റർ ആനി പറയുന്നു. താമസിക്കാൻ ഒരിടവും ഒരു ജോലിയുമുണ്ടെങ്കിൽ ക്രൈസ്തവർ ഇവിടെ തന്നെ തുടരുമെന്ന് ഫാദർ ജോർജിയോസും വെളിപ്പെടുത്തി. നിലവിൽ ക്രൈസ്തവരുടെ ക്ഷേമം ലക്ഷ്യമാക്കി ആരംഭിച്ച ക്രിസ്ത്യൻ ഹോപ്പ് സെൻറ്റർ ക്രൈസ്തവർക്ക് കച്ചവടം ആരംഭിക്കാൻ ചെറിയ ലോൺ തുകകൾ പോലുള്ള സഹായങ്ങൾ നൽകുന്നുണ്ട്. കഡുന സ്റ്റേറ്റിലെ കഫൻസാൻ രൂപതയിലെ ഫതൻ കമന്താനിലെ സെൻറ്റ് റാഫേൽ ഇടവകയ്ക്ക് നേരെ ആക്രമണം നടത്തുകയും ഒരു യുവ സെമിനാരിക്കാരനെ ജീവനോടെ ചുട്ടിരിക്കുകയും ചെയ്ത സംഭവത്തിൽ അക്രമി സംഘത്തിലെ പ്രധാനി അറസ്റ്റിൽ. കഡുനയിൽ വെച്ചാണ് ആക്രമണം നടത്തിയ സംഘത്തിലെ പ്രധാനിയായ യാക്കൂബു സെയ്ദുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. സെപ്റ്റംബറിൽ കഫൻസാൻ രൂപതയിലെ ഫാദൻ കമന്തയിലെ സെൻറ്റ് റാഫേൽ കത്തോലിക്ക ദേവാലയം ആക്രമിച്ച സംഘത്തിലെ പ്രധാനി താനായിരുന്നുവെന്ന് ഇയാൾ പോലീസിനോട് സമ്മതിച്ചു. ഈ ആക്രമണത്തിലാണ് 25 വയസ്സുള്ള സെമിനാരിയൻ സ്റ്റീഫൻ അമാൻ ദൻലാദി കൊല്ലപ്പെടുന്നത്. കഴിഞ്ഞ ദിനം പുറത്തിറക്കിയ പ്രസ്താവനയിൽ ജസുന സ്റ്റേറ്റ് പോലീസ് പബ്ലിക് റിലേഷൻസ് ചീഫ് ASP മൻസിർ ഹസൻ സൈനിക ഉദ്യോഗസ്ഥരുടെ സഹകരണത്തോടെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് എന്ന് വെളിപ്പെടുത്തി. സംഭവത്തെക്കുറിച്ച് അറിയിപ്പ് ലഭിച്ച ഉടൻ തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ സൈനിക ഉദ്യോഗസ്ഥരുമായി സഹകരിച്ച് സംഭവ സ്ഥലത്തേക്ക് വേഗത്തിൽ പുറപ്പെട്ടിരുന്നു. നിർഭാഗ്യവശാൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ എത്തുന്നതിന് മുമ്പ് തന്നെ സംശയാസ്പദമായ രീതിയിൽ പുരോഹിതന്റെ വസതിക്ക് അക്രമികൾ തീയിടുകയും അതിൻ്റെ ഫലമായി സെമിനാരിക്കാരൻ കൊല്ലപ്പെടുകയും ചെയ്തു. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണങ്ങളുടെ ഫലമായാണ് പ്രതികളിൽ ഒരാൾ പിടിക്കപ്പെടുന്നതെന്ന് ASP മൻസിർ ഹസൻ പ്രസ്താവനയിൽ പറഞ്ഞു. സത്യസഭയെ അനുദിനം അറിയുവാൻ, സഭയെ സ്നേഹിക്കാൻ സൺഡേ ശാലോം യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.